1904 പരിശുദ്ധാത്മാവിൻ്റെ വലിയ കവിഞ്ഞൊഴുക്കുണ്ടായ വെയിൽസിൻ്റെ മണ്ണിൽ അടുത്തൊരു ഉണർവിനെ സ്വപ്നം കണ്ടുകൊണ്ട് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം നമുക്ക് അനുകൂലമായി ചലിക്കപ്പെട്ടാൽ അടുത്തൊരു ഉണർവിന് നമ്മൾ ഭാഗവാക്കായി തീരുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ, ഒരു ഇണങ്ങിയ ആയുധമാകുവാൻ നമ്മിൽ ഒരു വാഞ്ച ഉണ്ട് എങ്കിൽ നിശ്ചയമായും ആ വാഞ്ച സാധ്യമായി തീരുവാനിടയാകും. പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി പ്രയോജനപ്പെടുത്തും. അടുത്തൊരു ഉണർവിന് ഭാഗമാക്കായി തീരുവാൻ, അടുത്ത ഉണർവിൽ ഞാനും ഉണ്ടായിരിക്കുമെന്ന് പറയത്തക്ക നിലയിൽ ഒരു ഉദ്ദീപനം നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തു വരുവാനിടയാകട്ടെ. കർത്താവ് നിങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കും. ഈ ദൈവഭക്തൻ പരിശുദ്ധാത്മാവിനാൽ പ്രയോജനപ്പെടുവാൻ പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട് പ്രാർത്ഥനാമുറിയിൽ നിന്നു. അവിടെ നിന്ന് ആ പ്രാർത്ഥനാമുറിയെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചപ്പോൾ അത് ലോകത്തിൻ്റെ ചരിത്രത്തിന് കാരണമായി ഭവിച്ചെങ്കിൽ, ഇവാൻ റോബർട്ട്സൺ കൂടെ പുറത്തു വന്ന ഉണർവിൽ ഏകദേശം 35,000-ഓളം പേരാണ് കർത്താവിനെ യഥാർത്ഥമായി കാണുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ യഥാർത്ഥമായി സ്വീകരിക്കുവാൻ ഇടയായത്. കർത്താവിൻ്റെ മഹത്വം നമ്മിലും വെളിപ്പെട്ടാൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിലും ഇറങ്ങി വന്നാൽ, നമ്മിൽ കൂടെ കർത്താവ് എത്ര പേരെ പുറത്തു കൊണ്ടുവരുന്നു എന്ന് നമുക്കറിയില്ല, നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. എന്നാൽ അത് കർത്താവിനറിയാം. പക്ഷേ അതിന് നാം ഒരു ഇണങ്ങിയ പാത്രമായി തീരേണ്ടതുണ്ട്. കർത്താവിൻ്റെ കയ്യിലെ ആ പൂണിയിലെ ശ്രേഷ്ഠതയേറിയ ആയുധമായി നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി ഒരു തീക്കൊള്ളിയായി നിൽക്കുവാൻ, കർത്താവിൻ്റെ അഭിഷേകത്തെ വഹിച്ചുകൊണ്ട് മുമ്പോട്ട് നിൽക്കുവാൻ കർത്താവ് നമ്മെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ആമേൻ.